അവരിപ്പോൾ എത്രയോ പേരെ തൊഴുത്തുമാർ കെട്ടി. ഒന്നും ഈ തൊഴുത്തുമാർ കെട്ടിയിട്ട് ഒന്നും മച്ചുപശുവായിട്ട് തന്നെ നിൽക്കുന്നില്ല, പ്രസവിക്കുന്നില്ല. എന്നിട്ട് ഇതിലെ മച്ചുപശുവായിട്ട് നിൽക്കുകയാണ്. എത്രയോ പേരെ മന്ത്രിയാക്കി. ഇപ്പത്തിലെ ക്രിസ്ത്യാനികളായ എത്ര പേരെ മന്ത്രിയാക്കി. PC തോമസിച്ചാക്കി, കണ്ണന്താനത്തിനാക്കി, ഇപ്പോൾ വേറൊരാളെ ആക്കിയിട്ടുണ്ട്. അതെന്താ ക്രിസ്ത്യാനിയെ കൊണ്ടുവരാനാണ്? ഒരാളെ ക്രിസ്ത്യാനിയുടെ ഒരു കുരിശ് പോലും കൊണ്ടുവരാൻ തോന്നിട്ടില്ല അവർക്കാർക്കും. പിന്നെ അവസാനം ആരെ എന്തും തെറി പറയുന്ന PC ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ PC ജോർജിൻ്റെ കൂട്ടത്തിൽ ഒരു മരപ്പെട്ടി പോലും കൂടെ ഇല്ല. സ്വന്തം മകൻ മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം തെറി പറയാൻ ആരെങ്കിലും തെറി പറയാൻ ഉപയോഗിക്കാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനികൾ ഒരാളെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളല്ല. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഈയിടെ പറഞ്ഞ് ലവ് ജിഹാദ് ആരെ സൂചിപ്പിക്കാനാണ്? ക്രിസ്ത്യാനിയെ സൂചിപ്പിക്കാൻ. ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് സുഖിപ്പിക്കാൻ അഭിപ്രായം പറയും. സ്വന്തമായ അഭിപ്രായമില്ല. അങ്ങനെ മാറി മാറിപ്പോകുന്ന ഒരാൾ. പുള്ളിയുടെ കൂടെ മകനില്ലാതെ ഒരു വോട്ടർ പോലും കൂടെ ഇല്ല കയ്യിൽ. അപ്പോൾ ലവ് ജിഹാദ് 42 പേരുണ്ട് എന്ന് പറയുമ്പോൾ ഈ 42 പേരുടെ പേര് നിങ്ങൾക്ക് വായിച്ച് പറയാമോ? എങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞത് ശരിയാകുന്നു. ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വിളിക്കുന്ന ഒരാളാണ് PC ജോർജ്. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? ക്രിസ്ത്യാനികൾ ബന്ധുക്കോസുകാർ എന്തുമാത്രം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു. അത് വീടുകളാണ്. ഇത് ഒരെണ്ണത്തിൻ്റെ കാര്യമല്ലേ, എത്രയോ കുടുംബങ്ങളാണ്. അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ബാലൻസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞില്ല. അതാരെ സൂചിപ്പിക്കാൻ? ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്രികമായി കൺവെർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും 40 ആളുകളെ ലവ് ജിഹാദ് നടത്തി. അതിൻ്റെ എണ്ണമെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായാണ്. അതെന്തെന്ന് വെച്ചാൽ അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്ത് പറ്റി? ദേശീയ കമ്മിറ്റിയിൽ മെമ്പറായി. അപ്പോൾ യോഗ്യത എന്താണ്? ഇവിടെ ചീത്ത പറഞ്ഞാൽ ദേശീയ കമ്മിറ്റി, ഇനി മകനെ അന്തർദേശീയ നേതാവാക്കിയാൽ അതിൽ നമുക്ക് അതിശയപ്പെടേണ്ടതില്ല. ഈ രാഷ്ട്രീയ ഉച്ചസ്ഥകളെല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു പാർട്ടിയായി BJP പലപ്പോഴും മാറിയില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ആർക്കും വേണ്ടാത്ത രാഷ്ട്രീയക്കാരല്ല, അതെല്ലാം BJPയിൽ അടിഞ്ഞു ചേർന്നു. ഇതെല്ലാം അതുകൊണ്ടാണ് BJP എന്താ ഇവിടെ വളരാത്തത് അവരുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. പിന്നെ എന്നാലും ഈ ന്യൂനപക്ഷ പ്രീണനം വന്നപ്പോൾ രക്ഷയിലാവുന്നപ്പോൾ ഇടതിലും വലതും രക്ഷയില്ലാത്തപ്പോൾ ആളുകൾ ഓടിക്കൂടിയത് BJPയിലാണ്, മാർഗമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് BJP വളർന്നു. ഇനിയും BJP ഇവിടെ വളരും. ഞാനിങ്ങനെ എനിക്കത് മനസ്സിലായില്ല. ഞാനിന്ന് കണ്ടു.